ഒരു CPI MLA ആയിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ആദ്യം കോൺഗ്രസിലേക്ക് ചേരാൻ നോക്കുന്നു. കോൺഗ്രസിൽ സീറ്റ് കിട്ടാതാകുമ്പോൾ അദ്ദേഹം ഇന്ന് പോയി അത് BJPയിൽ ചേർന്നു. വ്യാപകമായി സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള ഈ പറയുന്ന എതിർപ്പുകൾക്ക് പിന്നിൽ പല നേതാക്കന്മാർക്കും പങ്കുണ്ടെന്നാണ് കേൾക്കുന്നത്. സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അതിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അതിന് താഴെ വരുന്ന കമൻറ്റുകൾ അദ്ദേഹം വായിക്കേണ്ടതാണ്. പവർ പ്ലേയിലേക്ക് സ്വാഗതം. ഏപ്രിൽ 9 കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും സജീവമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM-ഉം CPI-യും ആദ്യഘട്ടം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തനം ബഹുദൂരം മുന്നിലേക്ക് പോയിരിക്കുന്നു. മറുവശത്ത് UDF ആകട്ടെ ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമെന്ന് UDF പ്രഖ്യാപിക്കുമെന്നാണ് കരുതിയതെങ്കിൽ പോലും ഇപ്പോഴും തർക്കങ്ങൾ മൂലം അവർക്ക് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് വ്യക്തത ഇപ്പോഴും കൈവരുത്താൻ കഴിഞ്ഞിട്ടില്ല. പലതരത്തിലുള്ള വിമതത്വവും UDF-നെ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇടതുപക്ഷത്തും വിമതത്വമുണ്ടെങ്കിലും ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം പോലും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ UDF-ലും കോൺഗ്രസിലും ഉണ്ടായിരിക്കുന്ന വിമതത്വം അവർക്ക് തലവേദനയായിരിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം UDF-നുണ്ടായ വലിയ ആവേശം കെടുത്തുന്ന തരത്തിലുള്ള വിമത നീക്കങ്ങളും സ്ഥാനാർത്ഥി തർക്കങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ കോൺഗ്രസിനെ തന്നെ തോൽപ്പിക്കുന്ന അല്ലെങ്കിൽ UDF-നെ തോൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ച ചെയ്യാൻ എന്നോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകനായ MP പ്രശാന്ത് ഉണ്ട്. സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മുടെ ചർച്ചകളെല്ലാം പറഞ്ഞത് UDF-നൊരു എഡ്ജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന നിലയിലായിരുന്നു. അത് വലിയ തോതിൽ ആ നിലയ്ക്കുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ VD സതീശൻ തുടങ്ങിയ യാത്ര, ആ യാത്രയ്ക്ക് മുൻപ് തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും എന്നും അവർ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഈ ജാഥ അവസാനിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും, ഓരോ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ അണിനിരത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് കേരളം. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ തീയതി തന്നെ കുറച്ച് പ്രശ്നമുണ്ട്. ഒരു മാസത്തെ സമയം പോലും കിട്ടാത്ത തരത്തിൽ അതിനിടയിൽ ഫെസ്റ്റിവലുകൾ നടക്കുന്നു. ഇതിനിടയിലാണ് നടക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇതുവരെ ഒരു സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കഴിയാത്തതെന്നുള്ളൊരു വിഷയം. UDF അക്കാര്യത്തിൽ പിന്നോട്ട് പോയിരിക്കുകയാണ്. LDF വളരെയധികം മുന്നോട്ട് പോയപ്പോൾ UDF-ഉം കോൺഗ്രസും പിന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആ ഒരു എഡ്ജ്, അവർക്കുള്ളൊരു മുൻതൂക്കം നഷ്ടപ്പെടുന്ന തരത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ല, കോൺഗ്രസ് നേതാക്കന്മാർ പലപ്പോഴും പറയാറുള്ളത് അവരുടെ ഒരു ജനാധിപത്യ പാർട്ടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ സ്വാഭാവികമാണ്, അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇത് വല്ലാത്തൊരു ജനാധിപത്യമായി പോയി എന്നുള്ളൊരവസ്ഥയിലാണ് പോകുന്നത്. കാരണം VD സതീശൻ നേതാവായി വന്നതിന് ശേഷം അദ്ദേഹം പറയുന്നൊരു കാര്യം, എല്ലാറ്റിലും ഒരു അടുക്കും ചിട്ടയും ഉണ്ടായി, എല്ലാത്തിനും കൃത്യമായ രീതിയിലുണ്ടാവുന്നു. ഗ്രൂപ്പ് തർക്കങ്ങൾ ഗ്രൂപ്പ് ഇല്ലയെന്നാണ് പറയുന്നത്. ഗ്രൂപ്പ് തർക്കങ്ങളനുസരിച്ച് സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ കാണുന്ന ഒരു കാര്യം, രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന് കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ, കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഇതിലേറ്റവും അധികം വെട്ടിലായിരിക്കുന്നത് മുസ്ലിം ലീഗാണ്. കാരണം മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെയൊക്കെ ഏകദേശം നിർണ്ണയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രശ്നം, UDF ഒരുമിച്ച് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാം, അങ്ങനെയാണ് ലീഗ് വെയിറ്റ് ചെയ്തിരുന്നത്. മാത്രമല്ല ചില സീറ്റുകൾ വെച്ച് മാറുക എന്ന ഒരു കാര്യം കൂടി ലീഗ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരുവമ്പാടി പകരം പട്ടാമ്പി, അങ്ങനെ ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഒരു പ്രശ്നം വരുന്നത് ലീഗ് സീറ്റ് വിറ്റുകൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ലീഗിന് സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല. അതിൽ പ്രാദേശികമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാകുന്നു. മുസ്ലിം ലീഗിന് സീറ്റ് വിട്ടുകൊടുക്കാൻ പ്രാദേശികമായ എതിർപ്പുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് ചെറിയൊരു സംഭവമായി തോന്നാം. ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന UDF-ൻ്റെ രാഷ്ട്രീയത്തിൽ, ഇപ്പോൾ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രത്യേകിച്ചും, അല്ലെങ്കിൽ പ്രതിപക്ഷം ഇരിക്കുകയാണെങ്കിൽ പോലും
ഇനി വളരെ ഗുരുതരമാകാൻ പോകുന്ന ഒരു പ്രശ്നം ഇതാണ്. ഇപ്പം ലീഗിൻ്റെ അപ്രമാദിത്വം അംഗീകരിച്ചു കൊടുക്കാൻ കോൺഗ്രസിൻ്റെ അണികൾക്കൊരു പ്രയാസമുള്ളതുപോലെ, എന്നാൽ ലീഗാണെങ്കിൽ വളരെ അക്കോമഡേറ്റീവായിട്ട് തങ്ങൾക്ക് 27 സീറ്റ് മാത്രം മതി എന്ന രീതിയിൽ പറയുന്നത് ഒരു വശത്തുണ്ട്. നേതൃത്വത്തിൽ വളരെ കൂടുതലായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവുന്നു. പക്ഷേ മുസ്ലിം ലീഗിന് സീറ്റ് കൊടുക്കുക എന്നുള്ളത് എന്തോ ഒരു പ്രശ്നമാണ് എന്ന രീതിയിൽ ആണ് പലപ്പോഴും കോൺഗ്രസിൻ്റെ പ്രാദേശിക തലത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊരു തരത്തിൽ. മറ്റൊന്ന് കേരള കോൺഗ്രസ് ജോസഫുമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇടുക്കി ഏറ്റെടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ജി സുധാകരനെ പിന്തുണ UDF പിന്തുണ പറയുമ്പോൾ KPCC സെക്രട്ടറി തന്നെയാണെന്ന് തോന്നുന്നു, അദ്ദേഹം പുറത്ത് വന്ന് അഭിപ്രായം പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത രീതി, ഒരു അച്ചടക്കവുമില്ലാത്ത, അപ്പോൾ ജനാധിപത്യം എന്നുള്ളത് അച്ചടക്കമില്ലായ്മയാണ് എന്ന് ഒരു പാർട്ടിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സംവിധാനമാകുമ്പോൾ മിനിമം അച്ചടക്കമെങ്കിലും ഉണ്ടാവേണ്ടതാണ്. ഉദാഹരണത്തിന് കണ്ണൂർ സീറ്റ് നോക്കുക. കണ്ണൂർ കെ സുധാകരൻ മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. നമുക്കറിയാം കണ്ണൂർ ഇപ്പോൾ ഒരു MP, ഒരു MLA അസംബ്ലിയിലേക്ക് എന്തിന് മത്സരിക്കുന്നു? അപ്പോൾ ആ MP മത്സരിച്ചാൽ, ആ വ്യക്തി മത്സരിച്ചാൽ മാത്രമേ ആ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നൊരു സന്ദർഭത്തിലാണ് അങ്ങനെ മത്സരിക്കുന്നത്. അങ്ങനെ എല്ലാവരും മത്സരിച്ചിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വന്നതും ഒക്കെ നമുക്കറിയാം. ഇതിപ്പോൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ കേരളത്തിൽ അധികാരം കിട്ടും എന്ന് തോന്നുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം അപ്പുറത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന CPMൻ്റെ അകത്തും CPIയുടെ അകത്തും വലിയ തോതിൽ വിമതത്വം, നേരത്തെ കാണാത്ത തരത്തിലുള്ള വിമതത്വം. ഇപ്പോൾ ജി സുധാകരനെ പോലുള്ള ഒരാൾ സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ രക്തസാക്ഷി ഫണ്ട് കാണിച്ചുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. അദ്ദേഹവും മത്സരിക്കാൻ പോകുന്നു. ഇപ്പോൾ തളിപ്പറമ്പിൽ വീണ്ടും TK ഗോവിന്ദൻ KK ശ്യാമളക്കെതിരെ മത്സരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ പാലക്കാടുണ്ടായ വിഷയങ്ങളിൽ വലിയ തോതിലുള്ള ഒരു വിമതത്വം സാധാരണ കോൺഗ്രസ്സിലുണ്ടാകുന്നതിനേക്കാളും വലിയ തോതിൽ CPMലും CPIയിലും ഉണ്ടായി. ആ വളരെ അനുകൂലമായൊരു സാഹചര്യം, പ്രത്യേകിച്ച് ജി സുധാകരൻ കൂടി രംഗത്ത് വന്നതോടെ ഈ വിജയിക്കുമെന്നുള്ള സാധ്യത വലിയ തോതിൽ വളർന്നൊരു സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നത്. അധികാരത്തിൽ വരാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിൽ ഏറ്റവും ഒരു എന്താ പറയുക, ഒരു ശ്രദ്ധേയമായിട്ട് അല്ലെങ്കിൽ വളരെ ക്യൂറിയസ് ആയിട്ടുള്ള സംഭവം, ഒരു CPI MLA ആയിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ആദ്യം കോൺഗ്രസ്സിലേക്ക് ചേരാൻ നോക്കുന്നു. കോൺഗ്രസ്സിൽ സീറ്റ് കിട്ടാതാകുമ്പോൾ അദ്ദേഹം ഇന്ന് പോയി അത് BJPയിൽ ചേർന്നു. അപ്പോൾ എന്താണ് രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ധാരണ എന്നുള്ളത്? അതൊരു കരിയറിസമായിട്ട് മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ CC3ൻ്റെ സ്ഥാനാർത്ഥിത്വവും BJP പ്രവേശവും. അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് ചേർത്തില്ലെങ്കിൽ ഞാൻ BJPയിലേക്ക് പോയാൽ, അതെ. അപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ വൈക്കത്ത് K അജിത്ത് ബുദ്ധിമുട്ടില്ലാതെ BJP പോയി ചേർന്നു. അപ്പോൾ ഇത് ഈ സാധാരണ രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടാവുന്ന വിമത പ്രശ്നം എന്നുള്ളത് ഒരുപക്ഷെ കുഞ്ഞികൃഷ്ണൻ്റെ സ്ഥാനത്ത് വിമതത്വം ഒരു വേറൊരു രീതിയിലാണ് കാണാവുന്നതാണ്. അത് ആ പാർട്ടിയിലെ ചില നിലപാടുകളോടുള്ള പ്രതിഷേധമാണ്. പാലക്കാട് പോലും അങ്ങനെയാണോ സംശയമുണ്ട്. കാരണം പാലക്കാട് വേറെ ചില പ്രശ്നങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ സുധാകരൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് പ്രശ്നമുള്ളത്. അദ്ദേഹത്തെ പാർട്ടി പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഒരു 7 തവണയോ മറ്റോ മത്സരിച്ച് ജയിക്കുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയെ ആ ഒരു വ്യക്തിയെ ഒരു പത്രസമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറി വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്ന് പറയുന്നതും പിന്നെ സൈബർ ആക്രമണമാണ്. അപ്പോൾ സൈബർ ആക്രമണം നേരിടാത്ത നേതാക്കന്മാർ ആരാണുള്ളത് എന്നാണ്. അതെ. അപ്പോൾ അതൊക്കെ ഈ ഒരു മാറ്റം കുഞ്ഞികൃഷ്ണൻ്റെ സ്ഥാനാർത്ഥി ഒഴിച്ച് ബാക്കി കാണുന്ന വിമതത്വം എന്നുള്ളത് അല്ലെങ്കിൽ വിമത പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു തരം ഒരു നമ്മളെ മൂല്യച്യുതി എന്ന വാക്കൊക്കെ വലിയ വാക്കുകളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ പാർട്ടി അല്ലെങ്കിൽ മറ്റേ പാർട്ടി എന്നുള്ള രീതിയിൽ എല്ലാ പാർട്ടികളും തുല്യമാണ് എന്ന രീതിയിലുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് രാഷ്ട്രീയം മാറുന്നത് എന്നതിൻ്റെ സൂചന കൂടിയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ കോൺഗ്രസ്സിൽ സംഭവിക്കുന്നത് കോൺഗ്രസിൻ്റെ സാധ്യതകളെ മങ്ങലേൽപ്പിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് ഇത് വളർന്നിട്ടില്ല. ഇത് 1-2 ദിവസം കൊണ്ട് ഇത് തീരുമാനമായിട്ടില്ലെങ്കിൽ ഇതിൽ അത് അതിഭീകരമായ രീതിയിലുള്ള വിവിധ പ്രശ്നങ്ങളിലേക്ക് മാറും.
CPM-നുണ്ടായിരുന്ന ഒരു പിന്നോക്കാവസ്ഥ രണ്ടാഴ്ചയെങ്കിലും ആയിട്ടുണ്ടാവും അതിന് റീഗെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം മുമ്പ് നടന്ന പല ചർച്ചകളിലും പാർട്ടി ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ, ഈ പഴയ വർഗീയത അതുപോലത്തെ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് ബോധപൂർവം മാറ്റിവെക്കുകയും പരാജയപ്പെട്ട ആശയമാണെന്ന് തോന്നുന്നു. അത് പിന്നെ വികസനം എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്നുള്ളത് CPM നേതാക്കന്മാരൊക്കെ സംസാരിക്കുന്നത് ഇപ്പോൾ വികസനത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഗവൺമെൻറ് നേടിയെടുത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. അങ്ങനെയാണ് വാസ്തവത്തിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ക്യാമ്പയിൻ നടക്കേണ്ടത്. അത് നമ്മൾ മുമ്പുള്ള നമ്മുടെ വിമർശനം എന്ന് പറഞ്ഞാൽ അത് മാറ്റിവെക്കുകയും ഉത്തരേന്ത്യയിലൊക്കെ കാണുന്നത് പോലെ വർഗീയമായിട്ടുള്ള ഒരു തരം ക്യാമ്പയിനിലേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ഇതിൻ്റെ മുൻ ചർച്ചകളിലൊക്കെ ഉന്നയിച്ചൊരു കാര്യം. അതിൽ നിന്ന് വളരെ പോസിറ്റീവായൊരു മാറ്റം CPM-ൻ്റെ ഭാഗത്തുണ്ടാവുകയും വികസന വിഷയങ്ങളിൽ ജനങ്ങൾ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് പാർട്ടി തിരിച്ചു വരികയും CPM തിരിച്ചു വരികയും ചെയ്തു എന്നുള്ളത് വളരെ പോസിറ്റീവായുള്ള കാര്യമാണ്. പ്രതിപക്ഷം അതിനെതിരായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടത്. തീർച്ചയായും വികസന പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ വികസനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ വേണമെങ്കിൽ ക്യാമ്പയിൻ ചെയ്യാം. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്താണ് ചെയ്യാൻ ഒരുപക്ഷെ VD സതീശൻ അത് ഉന്നയിച്ചു തുടങ്ങിയിരുന്നു ആ കാര്യങ്ങളെല്ലാം. അതെ, അത്തരത്തിലുള്ള ഒരു ഡിബേറ്റിലേക്ക് പോവാം. കഴിഞ്ഞ 5 വർഷമായിട്ട് LDF ചെയ്ത കാര്യങ്ങൾ എന്ത് അത് അക്കമിട്ട് നിരത്തിയിട്ട് അതിൻ്റെ ഈ കോൺഗ്രസ്സിന് വെക്കാനുള്ള മറുപടി എന്താണ്, ബദൽ എന്താണ്, അങ്ങനെയുള്ള ആരോഗ്യകരമായ ഒരു ചർച്ചയിലേക്ക് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് മാറുകയാണെങ്കിൽ ഈ അവസരം കാത്തു നിൽക്കുന്ന ഈ വർഗീയ ശക്തികൾക്ക് ഇതിനിടയിൽ കിടന്ന് മുതലെടുക്കാനുള്ള അവസരം ഇല്ലാതാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാറ്റം നമ്മുടെ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് കേരളത്തിലെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിലുണ്ടായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ്. ആ മാറ്റം സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. പിന്നെ കോൺഗ്രസ് അവരെ തന്നെ തോൽപ്പിക്കുകയോ ഇല്ലയോ എന്നുള്ള കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്. അത് അവർ തീരുമാനിക്കും. പക്ഷേ ഈ പറയുന്ന ഈ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. ഒന്നിപ്പോൾ ഇവർ ഇന്നലെ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇവരുടെ സ്ഥാനാർത്ഥി ചർച്ച ഇതുവരെ എത്തിയിട്ടില്ല. 40 സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. അപ്പോഴും ബാക്കി 100 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ കിടക്കുകയാണ്, മറ്റു ഘടകകക്ഷികളിലെ എല്ലാം ചേർത്ത്. അല്ല, എനിക്ക് തോന്നുന്നത് അവർ വിചാരിച്ചിട്ടുണ്ടാവും ഏപ്രിൽ അവസാനം ആയിരിക്കും തെരഞ്ഞെടുപ്പ് എന്നുള്ളതുകൊണ്ട് അത് സമയം ആവശ്യം പോലെ ഉണ്ട്. അത് ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ്. കോൺഗ്രസ്സിൽ കൂടുതൽ ആലോചിക്കുന്നതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക. ഇപ്പോൾ VD സതീശൻ്റെ ജാഥ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വളരെ കോൺഫിഡൻസോട് കൂടിയാണ് പോകുന്നത്, അവസാനിക്കുന്നതും വളരെ കോൺഫിഡൻസോട് കൂടിയായിരുന്നു. പക്ഷേ ഇത് അവസാനിച്ചതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ തുടങ്ങുന്നത്. ഇതിൽ അടിസ്ഥാനപരമായ പ്രശ്നം അധികാരമാണ്. അത് അധികാരത്തിൽ വരാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടാവുകയും ഈ അധികാരത്തിൻ്റെ പങ്ക് പറ്റാൻ ഞങ്ങൾ കൂടി അതിൽ ഭാഗവാക്കാകണം എന്നുള്ള തോന്നൽ MP-മാർക്ക് വരെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. 7 MP-മാരാണ് നിയമസഭയിലേക്ക് മത്സരിക്കണം. സുധാകരൻ എന്തിന് മത്സരിക്കണം എന്നൊരു ചോദ്യം വരും. സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അതിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അതിന് താഴെ വരുന്ന കമൻറ്റുകൾ അദ്ദേഹം വായിക്കേണ്ടതാണ്. അതിനപ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തിനാണ് താങ്കൾ മത്സരിക്കുന്നത്? അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. അദ്ദേഹം കണ്ണൂരിലെ കോൺഗ്രസ്സിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ച് ആൾക്കാർ ഓർമ്മിക്കുന്നുണ്ട്. പണ്ട് N. രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു ഇതേപോലെ CPM-മായി നേരിട്ട് ഏറ്റുമുട്ടിയ നേതാവ്. അതേ പിന്നെ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചൊരു പ്രശ്നം. അതേപോലെ ഒരു നേതാവായിരുന്നു സുധാകരൻ. കാരണം CPM-നെ ആ ഒരു തലത്തിൽ തന്നെ നേരിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിരവധി പേര് കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമായി അത് നിൽക്കുമ്പോൾ കണ്ണൂരിലൊരു ക്രിമിനൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സുധാകരൻ മാറിയിരുന്നു. അതെ, തീർച്ചയായും അതൊരു അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ മാത്രമേ കണ്ണൂരിൽ കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ആന്തൂർ മണ്ഡലത്തിലെ പ്രവർത്തകൻ ദാസൻ അവിടെ കൊല്ലപ്പെട്ട സമയത്ത് 95-ലാണ്. അവിടെ ആന്തൂർ അവിടെ പ്രവർത്തനം പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ്, ബൂത്ത് തല പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിലാണ് ദാസൻ കൊല്ലപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് സുധാകരനുണ്ട്.
അപ്പോൾ ആ ഒരു പക്ഷേ അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റൊക്കെ ആക്കി വെച്ച് അതിന് ഇൻട്രസ്റ്റ് ഇങ്ങനെ കാലാകാലം വാങ്ങിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ സുധാകരൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കോൺഗ്രസ്സിനോ കണ്ണൂരിലെ കോൺഗ്രസ്സിനോ കേരളത്തിലെ കോൺഗ്രസ്സിനോ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാവും എന്ന് ഇപ്പോൾ കരുതുന്നില്ല. അപ്പോൾ ആ ഈ ഒരു അട്ടർ കൺഫ്യൂഷൻ എന്ന് പറയുന്ന സാധനത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ട് വിട്ടതിൽ സുധാകരൻ്റെതായ പങ്കുണ്ട്. അല്ല, ഇതിൽ കുറച്ചുകൂടെ ഉന്നത നേതൃത്വങ്ങൾ ഇക്കാര്യത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് റോളുണ്ടോ, അതുപോലെ തന്നെ കെ സി വേണുഗോപാലിന് റോളുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച പുറത്തു വരാനിരിക്കുന്ന ഇത് ഈ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ള സൂചന കിട്ടിക്കൊണ്ട് തന്നെ ഭൈമി കാമുകന്മാർ ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ആരിലേക്കാണ് ഈ ഭരണമാല്യം വീഴുന്നത് എന്ന് നോക്കി നിൽക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായും കോൺഗ്രസ്സിൽ അങ്ങനെയൊക്കെയുള്ള പാരമ്പര്യമുണ്ട്. ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരുടെ എണ്ണം നോക്കിയിട്ടൊന്നുമല്ല കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്നത്. അത് ഹൈക്കമാൻഡുമായിട്ടുള്ള അടുപ്പവും ഹൈക്കമാൻഡിലുള്ള സ്വാധീനവും ഒക്കെ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ MLA-മാരുടെ പിന്തുണ ആർക്കാണുള്ളത് എന്നത് കോൺഗ്രസ്സിലൊരു ഘടകമേ അല്ല. ആ ഒരു ഇക്വേഷൻ പല രീതിയിൽ ഒരുപക്ഷെ VD സതീശനെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിലുള്ള ആളുകൾ ശ്രമിച്ചതാണോ, ആരാണ് സുധാകരന് വേണ്ടി പിന്തുണ ഉള്ളത്, അതിൽ രമേശ് ചെന്നിത്തലയുടെ പങ്കെന്ത്, അതിൽ KC വേണുഗോപാലിൻ്റെ പങ്കെന്തെന്ന് നമുക്ക് അറിയില്ല. അത് തീർച്ചയായിട്ടും അവർ ചെയ്യുന്നത് വലിയ ഡിസ്സർവീസാണ് പാർട്ടിയോടും മുന്നണിയോടും. ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിന് വളരെ അധികം അമർഷമുണ്ട് എന്നുള്ളതാണ്. കാരണം വളരെ ഈസി ആയിട്ട് ജയിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും രീതിയിൽ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളത് ഏക കാരണമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്ന് കോൺഗ്രസ്സിലെ ഈ പ്രശ്നങ്ങളും, രണ്ടാമത്തത് CPM അതിൻ്റെ തെറ്റ് തിരിച്ചറിയുകയും അവരുടെ യഥാർത്ഥ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുകയും ചെയ്യുന്നുള്ളതാണ്. ശ്രമിക്കുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം തീർച്ചയായും വിജയരാഘവൻ അവിടെയുണ്ട്, അവിടെ AK ബാലനുണ്ട്. അവരൊക്കെ എന്ത് പറയും വരും ദിവസങ്ങളിൽ എന്ന് നമുക്കറിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള വർഗീയ പരാമർശങ്ങൾ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ചർച്ച പിന്നെയും അതേ രീതിയിലേക്ക് പോകും. എന്തായാലും കേരളത്തിൽ വ്യാപകമായി പല മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ വലിയ ക്യാമ്പയിനുകൾ. ഇപ്പോൾ അബിൻ വർക്കി ആറന്മുളയിലെത്തിയതിനെതിരെ, രമ്യ ഹരിദാസിനെതിരെ, അതുപോലെ തിരുവനന്തപുരത്ത് VS ശിവകുമാറിന് സീറ്റ് കിട്ടുമോ എന്നുള്ള തർക്കം വന്നിട്ടുണ്ട്. കിട്ടിയില്ലെങ്കിൽ കടുങ്കൈ ചെയ്യും എന്നുള്ള മട്ടിൽ നിൽക്കുന്നു. വ്യാപകമായി നിൽക്കുന്നത് എവിടെയാണ് ഈ പ്രശ്നം ഇല്ലാത്തത് VD സതീശനെതിരെ പറവൂരിൽ തന്നെ വിമത ഉയർന്നു കഴിഞ്ഞു. ഇതിൽ സംഭവിച്ചൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ VD സതീശൻ ഈ പൊളിറ്റിക്കൽ ഫ്രണ്ടിനെ സംബന്ധിച്ച് തന്നെ ഒരു പുതിയ സമീപനം മുന്നോട്ട് വച്ചിരുന്നു. അതായത് ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ മുന്നണിയാണ് ഒരു പ്ലാറ്റ്ഫോം. എല്ലാ സോഷ്യൽ ഗ്രൂപ്പുകളുടെയും വ്യക്തികളുടെയും ഒക്കെ തന്നെ സാംസ്കാരിക പ്രവർത്തകരുടെയും ഒക്കെ പ്രാതിനിധ്യമുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്ലാറ്റ്ഫോമാണ് രൂപം കൊള്ളുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ CK ജാനു മുതൽ സണ്ണി കബിക്കാട് വരെയുള്ള ആളുകൾ ആ സ്ഥാനാർത്ഥി ലിസ്റ്റുണ്ടായിരുന്നു. സാംസ്കാരിക പ്രവർത്തകരായ പലരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ലിസ്റ്റൊക്കത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. ഡൽഹിയിലെത്തിയതിനു ശേഷം ആ ലിസ്റ്റിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അല്ല, അത് ഈ പറഞ്ഞ രീതിയിലുള്ളൊരു പൊളിറ്റിക്സ് കോൺഗ്രസിൻ്റെ DNA ഇല്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വിഷ്വൽ തിങ്കിങ് ആയിരുന്നു. ഇപ്പോൾ കാരണം സതീശൻ വിചാരിച്ചത് ആ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ഘടകങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരികയും അതിന് മറ്റ് ഘടകകക്ഷികളിൽ നിന്നൊക്കെ ലീഗിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ പിന്തുണയുണ്ടായിരുന്നു. തയ്യാറായിരുന്നു. അതിന് അങ്ങനെ ഒരു എന്താ പറയുക, ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ കോൺഗ്രസിനെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു വലിയ UDF എന്നുള്ളൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം അല്ല, അതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമായി മാറ്റാനുള്ള വലിയൊരു സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പം ഇപ്പോഴൊരു കോൺഗ്രസിലുള്ള ആൾക്കാരെ എങ്ങനെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ള അവസ്ഥയിലേക്ക് അത് മാറി അട്ടിമറിക്കപ്പെടുന്നു. മാത്രമല്ല സതീശൻ മുന്നോട്ട് വെച്ച ചില ഇതും ഉണ്ടായിരുന്നു. സാമ്പത്തിക മേഖലയെ പുനഃസംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച്, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, അത്തരം മേഖലകളിലെ പുനഃസംഘടനയെക്കുറിച്ച് ചില ആശയങ്ങൾ അവതരിപ്പിച്ചിരുന്നു. കൃത്യമായിട്ടൊന്നും വന്നില്ല ആരോഗ്യ മേഖല. പക്ഷേ ഇത്തരം ചർച്ചകൾക്കൊന്നും സ്പേസ് ഇല്ലാത്ത തരത്തിൽ ഇവരുടെ തർക്കങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് ഇനി ചർച്ച ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു ധാരണ പിശക് സതീശൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ചെന്നിത്തല
ആണ്. ചെന്നിത്തലയ്ക്ക് എത്രയോ കാലമായിട്ട് അറിയാവുന്നതാണ് എന്താണ് തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സ് എന്താണ് എന്നുള്ളത്, അത് കോലീഷൻ പൊളിറ്റിക്സ് എന്താണ് എന്നുള്ളത്. ഓരോ കക്ഷിയും ഈ തങ്ങൾ കൂടെ നിൽക്കുന്ന കക്ഷികളെ തന്നെ പരസ്പരം തെറ്റിച്ചുകൊണ്ട് എങ്ങനെ അതിൽ നിന്ന് മുതലെടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെയുള്ള പല കരുണാകരനിൽ നിന്ന് പഠിച്ച ഒരു മെയ്വഴക്കമുണ്ടല്ലോ, ഈ കോലീഷൻ പൊളിറ്റിക്സിൻ്റെ ഒരു രസതന്ത്രം. അത് സതീശന് അത്ര അദ്ദേഹത്തിന് നല്ല വിഷൻ ഉണ്ട് തോന്നുന്നു. ആ വിഷൻ ഉണ്ടത് ആ പാർട്ടിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാത്ത പാർട്ടിയായി പോയി എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൻ്റെ പൊളിറ്റിക്സിനെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് സതീശൻ്റെ ആശയങ്ങളോട് വലിയ താല്പര്യമില്ലായിരുന്നു. സമുദായ സംഘടനകൾ ഇവർക്കൊക്കെ തന്നെ എതിർക്കുന്നുണ്ടായിരുന്നു. അത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആശയങ്ങൾ ഉണ്ടായി വരേണ്ടത് ഒരു ദൈനംദിന ഇടപെടലുകളിൽ നിന്നാണ്. അതിൽ നിന്ന് ഉയർന്നു വരുന്ന ആശയങ്ങളാണ് പ്രാവർത്തികമാക്കാൻ പറ്റുക. മുകളിൽ നിന്ന് ആശയങ്ങൾ ഉണ്ടാവുകയും അത് താഴെത്തട്ടിലേക്ക് പ്രയോഗിക്കാൻ നടത്തുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും പരാജയങ്ങളുണ്ടാകുന്നത്. അപ്പോൾ കോൺഗ്രസ്സിൽ ഇപ്പോഴുണ്ടായിട്ടുള്ളത് കോൺഗ്രസ് അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ആയത് ഇപ്പോഴാണ്. അപ്പോൾ അതായത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പരക്കം പക്ഷേ നമുക്ക് അറിയാമല്ലോ, പണ്ട് ചുവരെഴുത്ത് നടത്തിയിട്ട് അത് മാറ്റിയിട്ട് പോലും ഉണ്ടായിരുന്നു. മാലയത്ത് സരളാദേവിയുടെയും KP ധനപാലൻ്റെയും 2 സീറ്റുകളും തോറ്റുപോയി. അതിനു മുമ്പ് KP ഉണ്ണികൃഷ്ണൻ സ്ഥാനാർത്ഥിയായി വന്നത് ലീല ദാമോദരനെ മാറ്റിയിട്ടാണ് വന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാനത് നമ്മളില്ലാതെ നമ്മുടെ മുമ്പുള്ള ഒരു രാഷ്ട്രീയമാണ്. ആ ഒരു കോൺഗ്രസിൻ്റെ എലിമെൻസിലേക്ക് തന്നെ കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചു പോകുന്നു, കൂടുതൽ വഷളായിക്കൊണ്ട് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം. എന്തായാലും അതൊരു ശാക്തികമായൊരു ബലാബലത്തിലേക്കാണ്, നേതൃത്വത്തിൻ്റെ ഒരു ബലാബലമാണ് യഥാർത്ഥത്തിൽ താഴേക്ക് വരുന്നതെന്ന് തോന്നുന്നു. ആ നിലയിൽ പലതരത്തിലുള്ള പ്രോത്സാഹനങ്ങളും ഉണ്ടാകുന്നുണ്ടെന്ന്. ഇപ്പം വ്യാപകമായി സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള ഈ പറയുന്ന എതിർപ്പുകൾക്ക് പിന്നിൽ പല നേതാക്കന്മാർക്കും പങ്കുണ്ടെന്നാണ് കേൾക്കുന്നത്. അല്ല, ഇപ്പോൾ അതിലിപ്പോൾ ഒരു പ്രശ്നം, ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ മതി, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പഴയ പോലെയല്ല, ഒരു സോഷ്യൽ മീഡിയ നമ്മുടെ ഉടനെ വാർത്ത വരികയാണ് സ്ഥാനാർത്ഥികൾക്കെതിരെ പടപ്പുറപ്പാട്, കോൺഗ്രസിൽ പൊട്ടിത്തെറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊന്നല്ല സംഭവം. ഒരാൾ എന്തായാലും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് എതിർപ്പുണ്ടാവും. അവർ DCC ഓഫീസിന് മുമ്പിൽ കൊണ്ടുപോയി ഒരു പോസ്റ്റർ ഇട്ടിരിക്കും. അപ്പോൾ അത് ആണ് മാധ്യമങ്ങൾ പലപ്പോഴും അത് ഭയങ്കരമായ കോൺഗ്രസിൽ പൊട്ടിത്തെറി, സ്ഥാനാർത്ഥിത്വം, അനിശ്ചിതത്വത്തിൽ എന്നൊക്കെ വാർത്ത വരുന്നത്. അല്ല, അതിനിടയിൽ വിചിത്രമായൊരു വേറൊരു സംഗതി കൂടിയുണ്ട്. ഇപ്പോൾ ഇതുവരെ തെരഞ്ഞെടുപ്പ് രംഗത്തൊന്നും ഇടപെടാതിരുന്ന ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമികളുടെ ഈ വിഷയത്തിൽ ഞാനൊരു 18 ആളുകളെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് സീറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ KPCC പ്രസിഡന്റായി കൊടിക്കുന്നിൽ സുരേഷിനെ നിയമിക്കണം, അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അത്തരത്തിലൊരു പുതിയ ഇടപെടൽ കൂടെ ഉണ്ടായിരിക്കുകയാണ്. ഈ മതസംഘടനകളുടെയും സാമുദായിക സംഘടനകളുടെയും ഇടപെടൽ ഇത്രത്തോളം നേരിട്ട് നടന്നൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ ചർച്ചുകൾ, ശബരികടം മാത്രമല്ല, ക്രിസ്ത്യൻ ചർച്ചുകൾ നേരിട്ട് സ്ഥാനാർത്ഥികളെ പറയുകയാണ്, ഇന്നയാളെ സ്ഥാനാർത്ഥിയാക്കണം, അല്ലെങ്കിൽ ഇന്നയാളെ സ്ഥാനാർത്ഥി ആക്കരുത് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ തോൽപ്പിച്ച് കളയുന്ന. അതെ, അങ്ങനെയുള്ള ചില അപ്പോൾ തിരുവമ്പാടിയിൽ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന രീതിയിലൊക്കെ ചില നിലപാടുകളൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മുസ്ലിം സംഘടന ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു ഇടപെടൽ ഇല്ലാത്തിരുന്നത്. കൃത്യമായിട്ട് അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ശിവഗിരി മഠത്തിൻ്റെ ഇടപെടൽ വാസ്തവത്തിൽ അതൊരു വലിയ ഒരു ഞെട്ടലോടെ ഉണ്ടാകുന്ന സംഭവമാണ്. കാരണം ഇതുവരെ നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത വെള്ളാപ്പള്ളി അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ ഞാനാണ് പറയേണ്ടത്, വളരെ നിശബ്ദമായിരിക്കുന്ന ഒരു ആത്മീയ കേന്ദ്രം എന്നുള്ളതിലേക്കാണ് കണ്ടിരുന്നത്. അതെ, അവർ പറയുന്നത് ഈഴവ സമുദായത്തിന് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈഴവ സമുദായത്തെ പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ടാണ് ശിവഗിരി മഠം എന്ന ചോദ്യമുണ്ട്. അപ്പോൾ ശിവഗിരി മഠത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പ്രാഥമികമായ ജോലി ഏതെങ്കിലും ഒരു സമുദായത്തിന് തിരഞ്ഞെടുപ്പിലേക്ക് ആളെത്തിക്കൂട്ടുക എന്നുള്ളതാണോ, അല്ലെങ്കിൽ മൊത്തം സമൂഹത്തിൻ്റെ ആത്മീയപരമായ കാര്യങ്ങൾ നോക്കേണ്ടവരാണോ എന്നുള്ള അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട് അതിൽ. ആ ഒരു ലെവലിലേക്ക് വന്നു എന്നുള്ളതാണ്. പ്രാതിനിധ്യക്കുറവിൻ്റെ പ്രശ്നം ഉന്നയിക്കുന്നതിൽ തകരാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ ഞങ്ങൾ കൊടുത്ത 18 പേരെ ഉൾപ്പെടുത്തണം എന്നൊക്കെയുള്ളതൊരു ഒരു വല്ലാത്തൊരു തരം സമ്മർദ്ദമാണ്. അല്ല, ശിവഗിരി മഠത്തെ പോലുള്ള അത് ഏതെങ്കിലും സമുദായത്തിൻ്റെ അല്ല.
പക്ഷെ അത് അതിന് അങ്ങനെ ഒരു ചുരുക്കി കാണാൻ അതിൻ്റെ പറ്റില്ല. ലിസ്റ്റാന്ന് നമുക്കറിയില്ല കേട്ടോ. ലിസ്റ്റാണോ അതെന്താണെന്ന് അറിയില്ല. എന്തായാലും ശിവഗിരി അല്ലെങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനം എന്നുള്ളത് ഒരു ഈഴവരുടെ പ്രസ്ഥാനമാണ് എന്ന് കാണുന്നത് ആ പ്രസ്ഥാനത്തോട് കാണുന്ന ഏറ്റവും വലിയ നീതികേടാണ്. കാരണം അത് അതിന് എല്ലാം ഉപരിയായിട്ട് ഒരു 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 എല്ലാ ഒരു ജാതികൾക്ക് മാത്രമല്ല മതേതരമായ ആത്മീയത എന്ന് പറയുന്ന വിശാലമായ ഒരു പരിപ്രേക്ഷ്യത്തിലാണ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. ഇപ്പം മൃഡാനന്ദ സ്വാമികളൊക്കെ പറഞ്ഞിരുന്നു, അദ്ദേഹമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പ്രധാനമായിട്ടും പറഞ്ഞത് ഈ മതേതരമായ ആത്മീയത അത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്, ജാതി മാത്രമല്ല എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു 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 വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനം ഞങ്ങളുടെ ഈഴവർക്ക് പ്രാതിനിധ്യമില്ല എന്ന് പറയുമ്പോൾ അത് ബാധിക്കുക ആ പാർട്ടിയല്ല ബാധിക്കുക, അത് ഈ പ്രസ്ഥാനത്തെ തന്നെയാണ് വളരെ നെഗറ്റീവായി ബാധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സുധാകരൻ്റെ വിഷയവും അതുപോലെ തന്നെ അടൂർ പ്രകാശ് മത്സരിക്കാനുള്ള താല്പര്യം, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇവരുടെ എല്ലാം പേരുകളാണ് ഈ ശിവഗിരി മഠാധിപതി പറഞ്ഞത്. അറിയില്ല അതെ, അവരെയൊക്കെ മത്സരിപ്പിക്കണം എന്നുള്ള താല്പര്യമാണ്. അപ്പോൾ ഇവർക്കൊക്കെ അടൂർ പ്രകാശ് മത്സരിക്കാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്, മുല്ലപ്പള്ളിയും തയ്യാറായി നിൽക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഈ സമുദായത്തിൻ്റെ ആളുകളാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അടൂർ പ്രകാശ് അതെ, അതിപ്പം കെ സുധാകരൻ ഒരു ഈഴവനായിട്ടല്ലല്ലോ നമ്മളാരും കാണുന്നത്. അല്ല, പ്രസിഡന്റ് ആയിരുന്നു, ഒരു ഉന്നതനായ കോൺഗ്രസ് നേതാവ് എന്ന രീതിയിലാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഇടപെടൽ UDF കൺവീനറാണ് അടൂർ പ്രകാശ്. അതെ അതെ അതെ, അത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ളൊരു ഇടപെടൽ എന്ന് നമുക്ക് തോന്നാവുന്നത് ശിവഗിരി മഠത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായതാണ്. കാരണം മുമ്പ് ഇല്ലാത്ത രീതിയിൽ ഒരു ഇടപെടലായിപ്പോയി അത് എന്ന് പറയാതെ നിർവാഹമില്ല. അതിപ്പോൾ ഈ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നും പല സഭകളുടെയും ഭാഗത്തു നിന്നും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വിമതത്തെ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഭരണം കിട്ടാൻ പോകുന്ന ഒരു മുന്നണിയുടെ പാർട്ടിയുടെ അതിനുള്ളിൽ വിമതത്വം ഉണ്ടായിട്ടുണ്ട്. ആ വിമതത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലും അതിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന തരത്തിലുമാണ് ഇവരുടെ ഇടപെടൽ എന്നുള്ളതാണ്. ഇതിപ്പോൾ അധികാരം കിട്ടിയതിന് ശേഷമാണ്. അതെ, അധികാരം കിട്ടുമോ എന്നുള്ള ജനങ്ങൾ തീരുമാനിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് ഈ പങ്കുവെക്കൽ നടക്കേണ്ടത്. ആദ്യം അധികാരത്തിൽ വരണമല്ലോ. അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ് എന്ന രീതിയിലാണ്. അതായത് UDF അധികാരത്തിൽ വരും എന്ന് ഉറപ്പിച്ച പോലെ അങ്ങനെ ഉറപ്പൊന്നുമില്ല. അത് കാരണം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് LDFൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മാറ്റം എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ്. അത് സസ്റ്റെയിൻ ചെയ്യുകയും അത് ഈ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാവുന്ന രീതിയിൽ എത്തിയിട്ടില്ല, ഉറപ്പാണ്. അത് ഇതുവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ട അതിശക്തമായ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ കൊണ്ടാവില്ല. എങ്കിലും CPM പതുക്കെ റീഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ആത്മവിശ്വാസം കൊടുക്കുകയാണ്. പിന്നെ അവർ ഈ MLA-മാരെ തന്നെ മത്സരിപ്പിക്കുക എന്നുള്ളത് അത് വലിയ കാര്യമാണ്. MLA-മാരുടെ പല സർവേകളിലും നമ്മൾ കാണുന്നത് MLA-മാർ CPM-ൻ്റെ MLA-മാർക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണയുണ്ട് എന്ന്. ആ ജനപിന്തുണ വോട്ടായി മാറുമോ എന്നാണ് അവർ ശ്രമിക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് അത് MLA-ക്കാണോ ജനങ്ങൾ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ LDF-നാണോ വോട്ട് ചെയ്യുക എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇതിലൊരു വേറൊരു വിഷയമുള്ളത്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തന്നെ വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അവരുടെ നിലനിൽപ്പിനെ UDF എന്ന് പറയുന്ന ഈ സംവിധാനത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നൊരു വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ UDF അതിനെ നിലനിൽക്കുമോ, കോൺഗ്രസ് ഇതുപോലെ നിലനിൽക്കുമോ, കേരളത്തിൽ നിലനിൽക്കുമോ പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അതിനിടയിലാണ് ഇത്തരം കളികൾ കളിക്കുന്നതെന്ന് ആലോചിക്കണം. അല്ല, ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ലിസ്റ്റുമായി പോവുക, അവിടുന്ന് വേറൊരു ലിസ്റ്റുമായി തിരിച്ചു വരിക, പിന്നെയും തിരുത്തിയിട്ട് വേറൊരു ലിസ്റ്റുമായിട്ട് പോവുക. അപ്പം ഒരു കേന്ദ്ര നേതൃത്വത്തിൻ്റെ ജോലി എന്താണ്? അവർക്കൊരു സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട്. അവർ ജനങ്ങൾക്കിടയിൽ സർവേ നടത്തിയിട്ടാണ് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നു. പല ഘടകങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തുന്നത്. ആ ലിസ്റ്റ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സൊക്കെ പിന്നെയും നടത്തേണ്ടി വരും എന്നാണ്. അല്ലെങ്കിൽ പിന്നെ കിട്ടുന്ന ആളെ പിടിച്ച് വെക്കേണ്ടി വരും എന്നുള്ളൊരവസ്ഥ. അത് കോൺഗ്രസിനെ സംബന്ധിച്ചത് ആദ്യത്തെ അനുഭവം അല്ല. ഇത് ധാരാളമായി അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അത് കൈകാര്യം ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അത് പഴയതുപോലെയല്ല, ഇപ്പോൾ ആൾക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ കാലത്ത്
ഈ ഓരോ ചലനവും ആളുകൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ആഘാതം എന്തായിരിക്കും? ഇവർ ഇപ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി അധികാരം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ അവരെ പറയാൻ പറ്റില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ മാത്രമായിരുന്നു അവർ ജനങ്ങൾ അതിനെ ആശ്രയിച്ചായിരുന്നു ജനങ്ങൾ അവർ അഭിപ്രായം രൂപീകരിച്ചിരുന്നത്. ഒട്ടിക്കുന്ന ഒരു പോസ്റ്റർ പോലും ഇത് ആ ഒട്ടിക്കുന്ന സമയത്ത് തന്നെ കാണുകയാണ് ലൈവായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഈ വിഭാഗീയത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വിമത പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നവരുടെ ഇമ്പാക്റ്റ് ജനങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അത് നമ്മൾ ലൈവായിട്ട് തന്നെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അവരെ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. അത് ഒരുപക്ഷെ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് സൊസൈറ്റി ആയിരിക്കും. പിന്നെ എല്ലാവരും ചിലപ്പോൾ വോട്ടിങ്ങുള്ള ആൾക്കാരുണ്ടാകും, ചിലപ്പോൾ യങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം, അറിയില്ല. പക്ഷേ അതൊരു ഒരു സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു ചിത്രമെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ്, UDF ഉണ്ടായിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് നഷ്ടപ്പെടുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അവർക്കതിനെ മറികടക്കാൻ കഴിഞ്ഞേക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായാൽ മറികടക്കാൻ കഴിഞ്ഞേക്കും. അവർക്ക് അനുകൂലമായ സാഹചര്യത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞേക്കുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇത് ബാലൻസ് ചെയ്യുന്ന തരത്തിൽ ഇടതുപക്ഷത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ പൊട്ടിത്തെറികൾ. അല്ല, ഈ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു എന്നുള്ളതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നില്ല ഇന്നത്തെ കാലത്ത്. നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും നേരത്തെ ക്യാമ്പയിൻ ചെയ്യുകയും നേരത്തെ തന്നെ തോക്കുകയും ചെയ്ത വോട്ട് എണ്ണുമ്പോൾ തന്നെ തോക്കുകയും ചെയ്ത ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അതുണ്ടാക്കുന്നൊരു ഇമേജ് ഉണ്ട്, ഒരു ഇംപ്രഷൻ പ്രവർത്തകർക്ക് എഴുന്നേക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് നേരത്തെ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവണമെന്നില്ല. മറിച്ച് എല്ലാ ദിവസവും ഇങ്ങനെ ഇപ്പുറത്ത് ഈ സ്ഥാനാർത്ഥി അനിശ്ചിതമായി ഇങ്ങനെ നീണ്ടുപോവുകയും മറ്റു ഭാഗത്ത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ തുടങ്ങുകയും ചെയ്താൽ അതുണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയായിരിക്കും. ഈ VD സതീശൻ്റെ പുതിയുഗ യാത്രയ്ക്കുണ്ടായൊരു വലിയൊരു അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ തോതിൽ ഈ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് ഗ്രൂപ്പൊക്കെ മറികടന്ന് ആളുകൾ ഒത്തുചേരുന്ന അല്ലെങ്കിൽ ഒരു ഐക്യം ഉണ്ടായിരുന്നു. ഒരു പുതിയുഗം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ സൃഷ്ടിക്കുക. അതിനല്ലേ യഥാർത്ഥത്തിൽ ഇപ്പം ഒരു ഇത് ആ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് യഥാർത്ഥ മറ്റിങ്ങനെ ഒരുമിച്ച് സ്റ്റേജിലിരിക്കാമെന്നൊക്കെ ആളുകൾ തയ്യാറാവുമല്ലോ. അപ്പോൾ നേരിട്ട് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ചൂടറിയുമ്പോഴാണ് ഇതൊക്കെ ഉരുകാൻ തുടങ്ങുക എന്ന് പറയുന്നത് പോലെയാണ്. കോൺഗ്രസിൻ്റെ ഒരു DNA ഒരു സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് തന്നെ. പക്ഷെ അത് ജനങ്ങളത് സഹിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഞങ്ങൾ ഭയങ്കര ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് തർക്കങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും, ഇതെല്ലാം ഒരുമിക്കും എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങൾ എത്രമാത്രം അതിനെ അംഗീകരിക്കും എന്നുള്ളത് ഒരു വലിയ കാര്യമായി നിലനിൽക്കുകയാണ്. എന്തായാലും ഈ വിമതത്വം എന്നുള്ളൊരു വിഷയം ഒരു രാഷ്ട്രീയ അഭിപ്രായമായിട്ടല്ല ഇപ്പോൾ ഉയരുന്നത്, മറിച്ച് തൻകാര്യത്തിന് വേണ്ടിയിട്ടുള്ള വിമതത്വമാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒരു കരിയറായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പാർലമെൻറ്റ് അംഗമാണെങ്കിൽ എനിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, മന്ത്രിയാകണം, അല്ലെങ്കിൽ മറ്റേയാളെ മത്സരിച്ചാൽ എനിക്ക് സ്ഥാനം പോകും. എനിക്കിനി എത്ര ടൈമാണെങ്കിലും എനിക്ക് മത്സരിക്കണം, എൻ്റെ പ്രായമോ ആരോഗ്യമോ ഒന്നും പ്രശ്നമല്ല. അതുകൊണ്ട് അധികാരം വേണം, അധികാരം കൊണ്ടുള്ള ഗുണം വ്യക്തികൾക്കുണ്ടാകണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നാണ് ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിമതത്വങ്ങളൊക്കെ സംഭവിക്കുന്നത് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇതെങ്ങനെ കാണുമെന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് തോന്നുന്നു. അത് പൊളിറ്റിക്കൽ കരിയറിസമാണ്. അതായത് എൻ്റെ കരിയർ എങ്ങനെ, ഇതിനു വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം പണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു എലിമെൻ്റ്, ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു CPI-കാരന് കോൺഗ്രസ്സിലേക്ക് പോകാൻ ശ്രമിക്കുകയും അതേപോലെ തന്നെ യൂട്ടേൺ എടുത്ത് BJP-യിലേക്ക് പോകാൻ പറ്റുന്നത് ഈ എൻ്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറിന് പറ്റിയ ഇടം ഏതാണ്, അതിൻ്റെ ചേരുന്ന പാർട്ടിയുടെ ഐഡിയോളജിയോ ഞാൻ ഇതുവരെ വിശ്വസിച്ച ഐഡിയോളജിയോ ഇത് തമ്മിലുള്ള പൊരുത്തക്കേടോ ഒന്നും ചർച്ചയാകാതെ വരികയും വളരെ ഈസി ആയിട്ട് തന്നെ ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പം കുറേ പേര്, കുറച്ച് KPCC ജനറൽ സെക്രട്ടറിയോ
KPC സെക്രട്ടറിയോ ആരൊക്കെയോ ഇന്ന് BJPയിൽ ചേർന്നിട്ടുണ്ട്. അതെ. അത് വളരെ സ്മൂത്തായി നടക്കുന്ന പ്രോസസ്സാണ്. പണ്ടൊക്കെ കുറേ കാലം ഇങ്ങനെ നിൽക്കുകയും വെയിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാണ്. ഇപ്പോൾ പെട്ടെന്ന് പാർട്ടിയോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും, അഭിപ്രായ വ്യത്യാസം എന്തിനാണ് അഭിപ്രായ വ്യത്യാസം എന്നുള്ളതാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ നേരെ വിപരീതമായിട്ടുള്ള പാർട്ടിയിൽ പോയി ചേരാൻ യാതൊരു രീതിയിലുള്ള മനസ്താപവും ഇല്ലാതാവുന്നു എന്നുള്ളത് ഈ മാറ്റം ഒരു ഈ നമ്മൾ പറഞ്ഞതുപോലുള്ള ഒരു കരിയറിസത്തിൻ്റെ മാറ്റമാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയവും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതുവരെയുള്ളൊരു ചിത്രം നോക്കിയാൽ നമുക്ക് UDFനുണ്ടായിരുന്നൊരു മുന്നേറ്റത്തെ കുറച്ച് പിന്നോട്ടടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ അവരെങ്ങനെ പരിഹരിക്കും എന്നുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊക്കെ ശേഷം നമുക്ക് കാണാനിരിക്കുന്നതാണ്. സമാനമായ തരത്തിൽ ഇടതുപക്ഷത്തും വിമതന്മാർ വളരെ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഏതായാലും രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പിൽ ഇവരുടെ തർക്കങ്ങളും യഥാർത്ഥത്തിൽ വിമതത്വമല്ല, അതൊരു അവസരവാദ രാഷ്ട്രീയമാണ്. ആ നിലയിൽ ജനങ്ങൾ ഇത്തരം രാഷ്ട്രീയത്തെ നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്. തീർച്ചയായും മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും വരാം. നന്ദി.